നിനക്കു വന്ദനം. കർത്താവു നിന്നോടു കൂടെ. സ്ത്രീകളിൽ ഏറ്റം മഹോന്നതേ, നിൻ പുത്രൻ യേശു അനുഗ്രഹീതൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്കു വന്ദനം. കർത്താവു നിന്നോടു കൂടെ. സ്ത്രീകളിൽ ഏറ്റം മഹോന്നതേ, നിൻ പുത്രൻ യേശു അനുഗ്രഹീതൻ. കൃപ നിറഞ്ഞ പരിശുദ്ധ മറിയം, ജീവിത വഴികളിൽ നമ്മുടെ കൃപകൾ ചോർന്നു പോകുന്ന അവസ്ഥ, കൃപ നിറഞ്ഞ അവസ്ഥയിൽ നിന്നും വലിയ ശോഷണം സംഭവിച്ച ജീവിത തലങ്ങളുണ്ട്. അപ്പോഴൊക്കെ ഓടി അരികിലെത്തണം, കൃപ നിറഞ്ഞവളുടെ അരികിൽ. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഇങ്ങനെ പറഞ്ഞത്: ഫലം വേണ്ടവർ വൃക്ഷത്തിനരികിൽ ചെല്ലണം, യേശുവിനെ വേണ്ടവർ മറിയത്തിനരികിലും. പരിശുദ്ധ ത്രിത്വം കൃപ നിറച്ച ഭണ്ഡാകാരമാണ് പരിശുദ്ധ മറിയം. കൃപയുടെ നിറവ് അമ്മ എപ്പോഴും നമ്മുടെ സമീപമുണ്ടെങ്കിൽ നമുക്കുണ്ടാകും. പ്രിയമുള്ളവരെ, ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായും കുടുംബങ്ങളിൽ നിറസാന്നിധ്യമായി അമ്മയുടെ സാന്നിധ്യമുണ്ട്, സാമീപ്യമുണ്ട്. യേശുവിൻ്റെ അമ്മ, ദൈവത്തിൻ്റെ അമ്മ, കർത്താവിൻ്റെ അമ്മ അവിടെയുണ്ട്. കാർമൽ ഗീതങ്ങളിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുമ്പോൾ ഇന്ന് ഒരു കുടുംബത്തെ തന്നെയാണ് പരിശുദ്ധ അമ്മ ഒരുക്കിയിരിക്കുന്നത്. അവരുടെ ജീവിതാനുഭവങ്ങളിൽ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട ആ ജീവിത വഴികളിൽ അമ്മ വഴി ഈശോ ചെയ്ത വലിയ കാര്യങ്ങൾ. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തൃക്കോടിത്താനം ഇടവകാംഗമായ പ്രിയപ്പെട്ട സിജു ആൻഡ് സുമ, അവർ നമ്മോടൊപ്പമുണ്ട്. നമുക്കിന്ന് അവരോടൊപ്പം ഈ കാർമൽ ഗീതങ്ങളുടെ ശബ്ദനാദ താളശ്രുതിലയ ഭാവങ്ങളിലൂടെ കടന്നു പോകാം. ഒത്തിരി സ്നേഹത്തോടെ ഏവരെയും ഈ കാർമൽ ഗീതങ്ങളിലേക്ക് സ്വാഗതം ചെയ്യും. കുരിശിനപ്പുറം കൃപയുണ്ടെന്ന് സ്വർഗീയ കണ്ണാൽ കണ്ടയമ്മേ. കുരിശിനപ്പുറം കൃപയുണ്ടെന്ന് സ്വർഗീയ കണ്ണാൽ കണ്ടയമ്മേ. കണ്ണീർ കയത്തിനുമപ്പുറം കൃപയുടെ കടലുണ്ടെന്ന് വിശ്വാസനയനത്താൽ ഞാനും കണ്ടിടട്ടെ. കണ്ണീർ കയത്തിനുമപ്പുറം കൃപയുടെ കടലുണ്ടെന്ന് വിശ്വാസനയനത്താൽ ഞാനും കണ്ടിടട്ടെ. അമ്മേ, വചനം വഹിച്ചവളേ, സഹനം വരിച്ചവളേ, നീ എൻ്റെ ആശ്രയം, വചനത്തിലേക്കെൻ്റെ വഴികാട്ടി. അമ്മേ, വചനം വഹിച്ചവളേ, സഹനം വരിച്ചവളേ, നീ എൻ്റെ ആശ്രയം, വചനത്തിലേക്ക്
വചനത്തിലേക്കെൻ്റെ വഴികാട്ടി. നീ എൻ്റെ ആശ്രയം, വചനത്തിലേക്കെൻ്റെ വഴികാട്ടി. നിന്റെ ചിത്തം എന്നും ആനന്ദം, നിന്റെ ഹൃദയം വിനയ കൂടാരം. നിന്റെ ചിത്തം എന്നും ആനന്ദം, നിന്റെ ഹൃദയം വിനയ കൂടാരം. കൃപയുടെ മേലങ്കി അമ്മേ എന്നെയും പുതപ്പിക്കണേ. കൃപയുടെ മേലങ്കി അമ്മേ എന്നെയും പുതപ്പിക്കണേ. അമ്മേ വചനം വഹിച്ചവളേ, സഹനം വരിച്ചവളേ, നീ എൻ്റെ ആശ്രയം, വചനത്തിലേക്കെൻ്റെ വഴികാട്ടി. അമ്മേ വചനം വഹിച്ചവളേ, സഹനം വരിച്ചവളേ, നീ എൻ്റെ ആശ്രയം, വചനത്തിലേക്കെൻ്റെ വഴികാട്ടി. നീ എൻ്റെ ആശ്രയം, വചനത്തിലേക്കെൻ്റെ വഴികാട്ടി. നിന്റെ നാമം എന്നും ആശ്വാസം, നിന്റെ സാന്നിധ്യം വിജയകിരീടം. നിന്റെ നാമം എന്നും ആശ്വാസം, നിന്റെ സാന്നിധ്യം വിജയകിരീടം. പരാജയത്തിൽ പതറാതെ പ്രത്യാശ നൽകുമമ്മേ. പരാജയത്തിൽ പതറാതെ പ്രത്യാശ നൽകുമമ്മേ. കുരിശിനപ്പുറം കൃപയുണ്ടെന്ന് സ്വർഗീയ കണ്ണാൽ കണ്ടയമ്മേ. കണ്ണീർ കയത്തിനുമപ്പുറം കൃപയുടെ കടലുണ്ടെന്ന് വിശ്വാസനയനത്താൽ ഞാനും കണ്ടിടട്ടെ. കണ്ണീർ കയത്തിനുമപ്പുറം കൃപയുടെ കടലുണ്ടെന്ന് വിശ്വാസനയനത്താൽ ഞാനും കണ്ടിടട്ടെ. അമ്മേ വചനം വഹിച്ചവളേ, സഹനം വരിച്ചവളേ, നീ എൻ്റെ ആശ്രയം, വചനത്തിലേക്കെൻ്റെ വഴികാട്ടി. അമ്മേ വചനം വഹിച്ചവളേ,
സഹനം വരിച്ചവളേ, നീ എൻ്റെ ആശ്രയം, വചനത്തിലേക്കെൻ്റെ വഴികാട്ടി. നീ എൻ്റെ ആശ്രയം, വചനത്തിലേക്കെൻ്റെ വഴികാട്ടി. നീ എൻ്റെ ആശ്രയം, വചനത്തിലേക്കെൻ്റെ വഴികാട്ടി. സുജു, ഓരോ ജീവിത യാഥാർത്ഥ്യ കുരിശുകൾക്കും അപ്പുറം കൃപയുടെ നിറവുണ്ടെന്ന്, അതെല്ലാം കൃപകളാക്കി മാറ്റുന്ന അനുഭവമുണ്ടെന്നും, തിരുവചനം ഉദത്തിലേറ്റുവാങ്ങിയതുപോലെ തന്നെ ജീവിതത്തിൽ സഹനവും ഏറ്റുവാങ്ങിയ ഒരു അമ്മയെ ആശ്രയമുണ്ടെന്നും ഒക്കെ ഒത്തിരി ഉൾപ്പൊരുളുകൾ പ്രേക്ഷകർക്ക് നൽകി മനോഹരമായ ഗാനം സുജു ആലപിച്ചു. ഇതെവിടുന്ന ഈ ഗാനം രൂപപ്പെട്ട് കിട്ടിയത്? ശരിക്കും പരിശുദ്ധ അമ്മ തന്ന ഒരു പാട്ടാണ്. എഴുതി കമ്പോസ് ചെയ്തതാണ്, മ്യൂസിക് ചെയ്തു. ഈ നാളുകളിൽ ശരിക്കും ഞങ്ങൾ കടന്നു പോകുന്ന ചില ജീവിതാനുഭവങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മ ദാനമായിട്ട് നൽകിയ ഒരു പാട്ട്. തീർച്ചയായും ആ ഗാനം കേൾക്കുമ്പോൾ മനസ്സിലാകും അതിന് ഒരുപാട് ഉള്ളറകളിലെ ആഴമായ ബോധ്യങ്ങൾ, പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളില്ലാതെ ആർക്കും കുറിക്കാൻ പറ്റിയല്ല. ഉറപ്പാത് ഇതിൽ തുടരുക. പരിശുദ്ധ അമ്മയോട് ഒരുപാട് ഭക്തിയുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമാകുന്നു ഈ വർഷം. കല്യാണം കഴിഞ്ഞ ആ ദിവസം ആ സമയം മുതലേ പരിശുദ്ധ അമ്മയോട് ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. പക്ഷെ ആഴമായിട്ടൊന്നും ആ ഒരു സ്നേഹം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞൊരു 2 വർഷം പാട്ട് പാടിയതുപോലെ തന്നെ ചില കുരിശനുഭവങ്ങൾ, ചില പരാജയങ്ങൾ, ചില കണ്ണുനീരനുഭവങ്ങൾ, അവിടെയാണ് ശരിക്കും വചനത്തിൻ്റെ മേശ, അപ്പത്തിൻ്റെ മേശ പരിശുദ്ധ അമ്മ മാതാവ്. ഈ നാളുകളിൽ ഞങ്ങൾ ഒത്തിരി ശരിക്കും ജീവിതത്തെ മാറ്റിമറിക്കുന്ന 3 യാഥാർത്ഥ്യങ്ങളാണ്. വചനത്തോട് ചേർന്ന് നിൽക്കുക, അപ്പത്തോട് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുക, അതിന് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് പോവുക. തീർച്ചയായും ഈ സത്യസഭയുടെ മുദ്രയാണ് ഇപ്പോൾ പകർന്നു തന്നത്. കാരണം ഇന്നിപ്പോൾ പലപ്പോഴും വചനത്തിൻ്റെ ഒക്കെ വലിയ നിറവുണ്ടാവും, പക്ഷേ പലപ്പോഴും ഈ അപ്പത്തിൻ്റെ ഉറവയോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോടോ അതൊന്നുമില്ലാതെ ഒരു വചന മുന്നേറ്റം നടക്കാറുണ്ട്. സത്യത്തിൽ ഇതൊരു വലിയ ബോധ്യമാണിത്. അതായത് വചനം, പരിശുദ്ധ അപ്പം, ദിവ്യകാരുണ്യം, അപ്പം പരിശുദ്ധ മറിയം, ഈ 3 തലങ്ങളുടെയും ആഴമായ ബന്ധമുണ്ടെങ്കിൽ ജീവിതം ധന്യമെന്ന് വളരെ വ്യക്തമായ ഒരു ഉൾപ്പൊരുളാണ് തന്നത്. തുടരുക, ഒന്ന് കേൾക്കട്ടെ. ശരിക്കും ഞങ്ങളൊരു ഫാമിലി മിനിസ്ട്രി ആയിട്ടാണ് ഞങ്ങൾ കോളേജ് പഠിപ്പിക്കുന്നു. കേരളത്തിലെ ഏകദേശം ഒരു 80ഓളം കോളേജുകളിൽ ഞങ്ങൾ എൻജിനീയറിംഗ്, MBA കോളേജുകളിൽ, പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ. എൻ്റെ ജോലി ഒരു ലൈഫ് കോച്ച്, ഒരു മെൻറ്ററാണ്. കോളേജുകൾ കുട്ടികൾക്കും അധ്യാപകർക്കും വിവിധ പരിശീലന പരിപാടികൾ കൊടുക്കുക. വൈഫ് സുവോളജി MPhil കഴിഞ്ഞു, അപ്പോൾ PhDക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നു അടുത്ത വർഷം. ഞങ്ങൾ ഒന്നിച്ചാണ്, അത് ഞങ്ങളുടെ ജോലിയാണ്, പക്ഷേ ഇത് ഞങ്ങളുടെ ശുശ്രൂഷയാണ്. എല്ലാ ഞായറാഴ്ചകളും ഞങ്ങൾ കുടുംബത്തോടെ ഓരോ ഇടവകകൾ അല്ലെങ്കിൽ യൂത്ത് മിനിസ്ട്രിയിൽ ഈ ഒരു വലിയ സ്നേഹം, വചനത്തിൻ്റെ വെളിച്ചം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ നാളുകളിൽ പോകുന്നു. അതിന് കാരണമായതും ഈ പറഞ്ഞ ചില അനുഭവങ്ങളാണ്. കർത്താവ് ഉരച്ചു നോക്കിയ, വിശ്വാസം ഉരച്ചു നോക്കിയ, എളിമയൊക്കെ ഉരച്ചു നോക്കിയ ഞങ്ങളുടെ ജീവിതത്തിലെ ചില സഹനങ്ങളും കണ്ണുനീരുകളും തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെയാണ് ഈ ഒരു അനുഭവത്തിലേക്ക്. ഞായറാഴ്ച ഇങ്ങനെ മറ്റ് പ്രോഗ്രാംസ് പിടിക്കാറില്ല? ഞായറാഴ്ചകളിൽ ഞാൻ റെമ്യൂണറേഷന് വേണ്ടി പോയ ഒരു കാലമുണ്ടായിരുന്നു. അതായത് ക്ലാസ് എടുക്കാൻ, പ്രത്യേകിച്ച് കമ്പനികൾക്ക് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കണമെങ്കിൽ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. ഞാൻ ടെക്നോ പാർക്കിലുണ്ട്, അതുപോലെ തന്നെ MRF പോലെയുള്ള ലീഡിങ് കമ്പനീസിനൊക്കെ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഒരു ഫ്രീ ടൈം. ഞാൻ അങ്ങനെ പോയി പ്രോഗ്രാം ചെയ്ത ഒരു അജ്ഞതയുടെ കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വചനത്തിൻ്റെ വെളിച്ചം പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് മുൻപോട്ട് പോയപ്പോൾ എനിക്ക് കിട്ടിയത് സാബത്ത് വിശുദ്ധമായ വിശ്രമത്തിനും വിശുദ്ധമായ സമ്മേളനത്തിനും മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ കമ്പനികളൊക്കെ അയക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രപ്പോസൽ അയച്ച അവസാനം കൃത്യമായിട്ടും ഒരു അടിക്കുറിപ്പ് കൊടുക്കാറുണ്ട്. സൺഡേ ഈസ് എ ഹോളിഡേ. പണ്ട് സൺഡേ ഈസ് HOLIDAY ആയിരുന്നു, ഇന്ന് HOLY, പരിശുദ്ധമായ ദിവസമാണ്. അതുകൊണ്ട് മറ്റ് പരിപാടികൾക്കൊന്നും ഇല്ല എന്ന് കൃത്യമായിട്ടും അവരോട് ഞങ്ങൾ എഴുതി അറിയിക്കാറുണ്ട്. സോ ദർ ഇസ് നോ പ്രോഗ്രാംസ് ഓൺ സൺഡേസ് എക്സെപ്റ്റ് വചന പ്രഘോഷണം, അല്ലാതെ മറ്റൊന്നുമില്ല. അല്ല, ജീവിത സഹനങ്ങളും ഞെരുക്കങ്ങളും
സ്വാഭാവികമാണ്. കുടുംബത്തിൻ്റെ ഉള്ളറകൾ എപ്പോഴും പല രീതിയിൽ കുരിശിൻ്റെ വഴിയിലെ കാര്യം പറയുന്നത് പോലെ ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ വിട്ടൊഴിയാതെ നിൽക്കും. അവിടെ അതിനെ അത് വിവേകപരമായി അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടി പിടിച്ചു നിന്ന് മുന്നേറുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തെങ്കിലും അനുഭവങ്ങൾ എങ്ങനെ പങ്കുവയ്ക്കാനുണ്ടാവുമോ ജീവിതത്തിൽ? പ്രത്യേകിച്ചും ഒന്നല്ല, ഒട്ടനവധി സംഭവങ്ങളുണ്ട്. ഈ പറഞ്ഞ സഹനങ്ങളുടെ ഒരു പരമ്പര തന്നെ. ഞങ്ങൾ വളരെ യാദൃശ്ചികമായിട്ട് പെട്ടെന്നൊരു അസുഖം വന്ന്, ഒരു കാര്യമായ അസുഖമല്ലെങ്കിലും ഞങ്ങളുടെ ജീവിതയാത്രയിൽ വലിയ ഒരു നഷ്ടമായിരുന്നു. ഒരു 6-8 മാസത്തോളം ഒരു ചിക്കൻ ബോക്സ് ഞങ്ങൾക്ക് 2 പേർക്കും, മൂത്ത മോൾക്ക് വന്നു, എൻ്റെ പപ്പയ്ക്ക് വന്നു. പ്രത്യേകിച്ചും നമ്മുടെ ജോലിയും മറ്റു കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് സ്റ്റക്കാകുന്നൊരവസ്ഥ. ഒരു 6-7-8 മാസം കഴിഞ്ഞാണ് എനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റിയത്. അതിനിടയിൽ സാമ്പത്തികമായ ഒരു പരാജയങ്ങൾ വരുന്നു. ഒരുപാട് ആഗ്രഹിച്ച് വെച്ച ഒരു വീട് പോലും വിൽക്കേണ്ടി വരുന്നു. ആ വീട് ശാലം ടി വിയിലൊക്കെ കണ്ടതാണ്. പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയുള്ള ഒരു, പക്ഷേ വളരെ അപൂർവമായിട്ട് തന്നെയുള്ള, ഞങ്ങൾ വീട് വെച്ചപ്പോൾ തന്നെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പരിശുദ്ധ അമ്മയ്ക്കൊരു സ്ഥാനം, ഈശോയ്ക്കൊരു പ്രാർത്ഥനാ മുറി, ഇതെല്ലാമുള്ള ഒരു വീട്. പക്ഷേ തമ്പുരാൻ്റെ ഒരു വലിയ പദ്ധതി ഹിതമായിരുന്നു ആ വീട് വിൽക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ പരമ്പരകൾ വന്നപ്പോഴെല്ലാം ഞാൻ വിജയത്തെപ്പറ്റി പറയുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന, ഞങ്ങൾ അങ്ങനെയാണ് ഒരു സക്സസ് കോച്ച് എന്നൊക്കെയാണ് പറയുക. പക്ഷേ പരാജയപ്പെട്ടു എന്ന് പലരും, ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ, നീ വിജയത്തെപ്പറ്റി പറയുന്നു, നീ പോലും പരാജയപ്പെട്ടല്ലോ എന്ന് പോലും പറഞ്ഞ് ശരിക്കും ഒരു സാധാരണ മനുഷ്യനെ ഏറ്റവും രീതിയിൽ സങ്കടപ്പെടുത്തി നിരാശയിലേക്ക് പോകാമായിരുന്ന, വിശ്വാസം പോലും സംശയത്തോടെ ചോദ്യം ചെയ്യപ്പെടാമായിരുന്ന ഒരവസ്ഥയിൽ കൂടി കർത്താവ് ഞങ്ങളെ നയിച്ചു. ഞങ്ങൾ അങ്ങനെ പറയത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സഹനങ്ങളുടെ പരമ്പരകളുണ്ട് എല്ലാ കുടുംബങ്ങളിലും. അതിലെ ഒരു കണ്ണി നമ്മൾ ഇവിടെ കാണുകയായിരുന്നു. ചിക്കൻ ബോക്സ് അല്ലേ, അതിനെന്താ എത്ര കുഴപ്പം ചിന്തിച്ചേക്കാം. പക്ഷേ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഒരേ സമയം വരുന്നു. അത് വല്ലാത്ത ഒരു ജീവിത കൂരിരുളായി മാറുന്നു. പിന്നെ ക്രമേണ അടിക്കടി സാമ്പത്തിക നഷ്ടം, പരാജയം, ഒത്തിരി സ്വപ്നങ്ങൾ നെയ്ത വീട് വിൽക്കേണ്ടി വരുന്ന അവസ്ഥ, എല്ലാം ശൂന്യമാകുന്ന അവസ്ഥ. ഇത് വിവേകപൂർവം ദൈവീക ജ്ഞാനത്തോടെ തിരിച്ചറിയുന്നവർക്ക് അത് അനുഗ്രഹമാണ്. ആ അവസ്ഥയിൽ എത്തപ്പെടുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല, ദൈവീക ജ്ഞാനമാണ്. അവിടെ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അവിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നീങ്ങിയില്ല. പരിശുദ്ധ അമ്മ കുരിശിൻ്റെ വഴികളിൽ പതറാതെ നിന്നവളാണ്. ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടായേക്കാം. ഇപ്പോൾ എല്ലാം തകർന്നു, ഇനി ഒരു രക്ഷയുമില്ല എന്ന തോന്നലുണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അവിടെയൊക്കെ പ്രത്യാശിക്കൂ, വിശ്വസിക്കൂ, മുറുകെ പിടിക്കൂ. രക്ഷകനായ കർത്താവ് കൂടെയുണ്ടാവും.
പരിഹാസ്യനായ എൻ്റെ ഹൃദയം തകർന്നപ്പോൾ പരിശുദ്ധ അമ്മേ നിൻ ചാരത്തണഞ്ഞപ്പോൾ പരിഹാസ്യനായ എൻ്റെ ഹൃദയം തകർന്നപ്പോൾ പരിശുദ്ധ അമ്മേ നിൻ ചാരത്തണഞ്ഞപ്പോൾ നീ എൻ്റെ പൊന്നല്ലേ എൻ കുഞ്ഞേ എന്ന് പറഞ്ഞ എന്നമ്മ എൻ്റെ ഈശോദൻ സ്നേഹസമ്മാനം. അമ്മേ എൻ്റെ പ്രിയമുള്ളോരമ്മേ എൻ്റെ ഈശോ എനിക്കു തന്ന സ്നേഹസമ്മാനം. അമ്മേ എൻ്റെ പ്രിയമുള്ളോരമ്മേ എൻ്റെ ഈശോ എനിക്കു തന്ന സ്നേഹസമ്മാനം. നിസ്സഹായതയുടെ വേദനയിൽ ഒറ്റപ്പെട്ടു പോയ അനുഭവം വീണ്ടും കുറിച്ചു വെച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇതും അദ്ദേഹം തന്നെ എഴുതിയാണോ? അല്ല, ആ. ഈ പാട്ട് ഭാര്യ എഴുതി കമ്പോസ് ചെയ്തതാണ്. സുമ രചിച്ച് ഇണം പകർന്നു അല്ലേ? ഓക്കെ. അപ്പോൾ രണ്ടുപേരും പാട്ടെഴുതി അമ്മയ്ക്ക് സമർപ്പിച്ചു. അമ്മയ്ക്കുള്ള വലിയ സമ്മാനമായിട്ട് എന്താണ് ഇപ്പോൾ ഈ നിസ്സഹായതയുടെ ഒറ്റപ്പെടലിൻ്റെ ഒക്കെ അനുഭവം കുറിക്കാൻ? അത് ഹൃദയത്തിൽ നിന്ന് വരാതെ കുറിക്കാൻ പറ്റിയല്ലോ. ഇതെല്ലാം മാതാവിൻ്റെ അടുത്തുള്ള എൻ്റെ പ്രാർത്ഥനയാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ സങ്കടത്തിൻ്റെ ഒരുപാട് സമയങ്ങൾ അത് മുമ്പും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം ആരോടും ഒന്നും പരിഭവം പറയാതെ ഞങ്ങൾ കണ്ണ് നിറഞ്ഞു വന്നാൽ ഞങ്ങൾ നേരെ മാതാവിൻ്റെ അടുത്ത് പോകും. മാതാവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം അങ്ങ് കരയും. അപ്പം നമുക്ക് ശരിക്കും അപ്പം അമ്മ നമ്മളോട് പറയുന്ന പോലെ ആരും ഇല്ലെങ്കിലും ഒരു സാന്ത്വനം. ആരും ഇല്ലെങ്കിലും മക്കളെ അമ്മയുണ്ട് കൂടെ. അമ്മ നിങ്ങളെ സ്നേഹിക്കുന്നു. അത് ശരിക്കും അത് മനസ്സിലോട്ട് അങ്ങ് വരുമ്പം ഭയങ്കര ഒരു ആശ്വാസമാണ് മനസ്സിന്. ശരിക്കും മാതാവ് കൂടെ നിന്ന് നമ്മളെ ചേർത്ത് നിർത്തി നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, ഒരു വലിയ യാഥാർത്ഥ്യമാണിത്. പുറമേ കാണുമ്പോൾ ഒരു കുഴപ്പവും തോന്നിയല്ല പല ജീവിതങ്ങളിലും. എന്നാൽ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക്, ഏകാന്ത ശൂന്യതയിലേക്ക്, ഒറ്റപ്പെടലിൻ്റെയും നൊമ്പരപ്പെടലിൻ്റെയും ഒക്കെ അവസ്ഥയിലേക്ക്, അവിടെ ഉറവാകുന്ന നൊമ്പരങ്ങളെക്കുറിച്ച് ആരോടാ പറയുക? ഓരോ മനുഷ്യനും കടന്നു പോകുന്ന വഴിയാ അത്. പ്രത്യേകിച്ച് അനേക കുടുംബങ്ങളിൻ്റെ ഉള്ളറകളിൽ ഈ അവസ്ഥകളുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഉത്തരവും കാണുന്നുണ്ട്. ആരോടും പരാതി പറയാതെ, പരിഭവം പറയാതെ, പരിശുദ്ധ അമ്മയെന്ന സർവവും ഹൃദയത്തിൽ സംഗ്രഹിച്ച ആ അമ്മ കുരിശിൻ്റെ വഴികളിലും തൻ്റെ പുത്രനെ നഗ്നനാക്കി ഞാങ്ങണ കൊടുത്ത് മുൾമുടി ധരിപ്പിച്ച് ആട്ടും തുപ്പും കൊണ്ട് ഭാരമേറിയ കുരിശും വകച്ചുകൊണ്ട് കാൽവരി കയറിയ ദിവ്യനാഥനെ നിശബ്ദയായി അനുഗമിച്ചു പരിശുദ്ധ അമ്മ. അമ്മ പറയുക, മക്കളെ പരാതി പറയരുത്, പിറുപിറുക്കരുത്, ശാപവാക്ക് പറയരുത്, ഏറ്റുവാങ്ങുക ജീവിത കുരിശുകൾ. ആത്മസംയമനത്തോടെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ആ കുരിശുകൾക്കപ്പുറം കൃപയുണ്ട്, അനുഗ്രഹമുണ്ട്. ഈ കണ്ണുനീരെല്ലാം പുഞ്ചിരിയായി മാറുന്ന അനുഭവമുണ്ട്. പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കട്ടെ, അമ്മ കരം പിടിക്കട്ടെ. എല്ലാ ഏകാന്ത ശൂന്യതയിലും അമ്മ താങ്ങാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുത്തെ കുരിശുമരണം, അവിടുത്തെ മുറിവുകൾ ഞങ്ങളുടെ സൗഖ്യത്തിനും രക്ഷയ്ക്കും വഴിയായിരുന്നല്ലോ. അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ നിശബ്ദയായി ഹൃദയനൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിയ
വ്യാകുലനാഥയെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും സമചിത്തതയോടെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ തിരുപുത്രൻ്റെ കുരിശിൻ്റെ വഴി, അമ്മയുടെ തിരുപുത്രൻ്റെ ക്രൂശീകരണം, അമ്മയുടെ തിരുപുത്രൻ്റെ മരണം, ഉത്ഥാനം, ഇതൊക്കെ ഞങ്ങളുടെ ജീവിത വഴികളിൽ പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും നിറവായി മാറുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.